സാർ ഈ ബാഹുബലിയിൽ ഇതേപോലെ മഴയൊന്നും ഇല്ലായിരുന്നു. നമ്മൾ കൃത്രിമമായി മഴ പെയ്യിക്കും. സെറ്റിൽ ഫയർ എഞ്ചിൻ കൊണ്ടുവന്ന് വെള്ളം ഇങ്ങനെ അടിച്ച് അതാണ് മഴയൊക്കെ ആയിട്ട് കാണിക്കുന്നത്. അതായത് ഒറിജിനൽ മഴയത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരുപാട് ഫയർ എഞ്ചിൻ ഉപയോഗിച്ചു. പിന്നെ മഴയെന്ന് പറഞ്ഞാൽ അവിടെ 50 ഫയർ എഞ്ചിൻ അപ്പം വരികയില്ല. ഇനി വേറെ കാര്യം പറയട്ടെ സാറ്, ഞാൻ വെറും പ്രൊഡക്ഷൻ ബോയൊന്നും അല്ല, ഞാൻ പ്രൊഡക്ഷൻ മാനേജർ കൂടിയായിരുന്നു അവിടെ. കാരണം മൗലി സാർ രാവിലെ എൻ്റെ അടുത്ത് പറയും 50 എലിഫൻസ് 50 ആന വേണം, 100 ഹോഴ്സസ് കുതിര. ഈ കുതിര അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ 1 മണിക്കൂറിന് അറേഞ്ച് ചെയ്യും. ഇവിടെ ഒരു 50 പട്ടിയെ പറഞ്ഞാൽ കിട്ടൂല. ഇവിടെ 5 പട്ടി കിട്ടൂലല്ലോ. ഇവിടത്തെ സെറ്റപ്പ് ശരിയല്ല. സാറിൻ്റെ അടുത്ത് പറഞ്ഞ ഞാൻ ഇതിനകത്ത് എങ്ങനെ വന്ന് പെട്ടെന്ന് അറിയാം. കുറച്ചൊക്കെ എനിക്കറിയാം. സാറിന് തമ്മിൽ അഭിനയിക്കാൻ വന്നതല്ലേ? അതല്ലേ ഇവിടെ വന്നൊരു ചെറിയ റോൾ ഉണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര ഒരു അഭിനയ കൊതിയായി പോയി. അതുകൊണ്ട് നിർത്തിയിരിക്കുന്ന ഇപ്പൊ എവിടെയാന്ന് കണ്ടല്ലോ. എനിക്കറിയാം സാർ അഭിനയിക്കാൻ വന്ന് അവസാനം റോള് കൊടുത്ത് പിന്നീട് അവസാനം ആദ്യത്തെ പ്രൊഡ്യൂസർ ഇട്ടിട്ട് പോയി സാറിന്റെ തലയിലായി. അങ്ങനെ ഞാൻ ഇത് ഏറ്റെടുത്ത് ഇതെങ്ങനെയെങ്കിലും ചെയ്തു കൂട്ടി അത് തിയേറ്ററിൽ എത്തിക്കാന്ന് പറഞ്ഞപ്പോ ഒരു മനുഷ്യൻ സഹകരിക്കണില്ല. അങ്ങനെയൊന്നും പറയരുത്. ഇത് കാണുന്നുണ്ട്. ഇങ്ങനെ ഒരു ചെറിയ ഷാക്കുണ്ട്. മറ്റേ ചന്ദ്രപ്രഭയായിട്ട് സാറ് അങ്ങനെയൊന്നും പറയില്ലേ. അങ്ങനെയൊക്കെ വിട്ടുപോയി എന്ന് പറഞ്ഞാ സാറേ കൺട്രോള് വേണം. വേറെ ഒന്നും കൊണ്ട് പറയാൻ കൺട്രോള് വേണം. കൺട്രോൾ ഉണ്ടെങ്കിൽ ഇതിപ്പം വെറുതെ പറയണതാണെന്നേ. വെറുതെ പറയണമെന്ന് എനിക്കറിയാം. പക്ഷെ ബാക്കിയുള്ളവർക്ക് ഈ പറഞ്ഞ പോലെ ഇദ്ദേഹത്തോട് പ്രഭ കുഞ്ഞ് ഇതേപോലെ ഇങ്ങനെ തൊടുമ്പോ ബാക്കിയുള്ളവർ കാണുമ്പോ ആ സ്വാതന്ത്ര്യം എടുക്കണ കാണുമ്പോ സാറിന്റെ വീട്ടിലറിഞ്ഞില്ലേ സാറേ? ഒന്നും പറയാതിരിക്കുകയാണ് നല്ലത്. ആകെ ഞാൻ പറഞ്ഞില്ലേ, ഇതെനിക്കിപ്പോ കച്ചിട്ട് തുപ്പാനും വയ്യ, മധുരിച്ചിട്ട് ഇറക്കാനും വയ്യാത്തൊരു സ്ഥിതിയിലാണ്. ഒന്നും പറയില്ലേ. കണ്ട ദേഹത്ത് തൊടുമ്പാണ് തെറ്റിദ്ധാരണ വരുന്നത്. ദേഹത്ത് തൊടരുത്. ഈ രാജമൗലി സാറിന്റെ സെറ്റിൽ വേറെ ആൾക്കാർ തമ്മിൽ ദേഹത്ത് തൊടൂല്ല. ഒന്നും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഹത്തോട്. കാരണം ദേഹത്തോട്ട് ഗോസിപ്പ് വരും. തമന്ന രാജമൗലി സാറിന് ഇങ്ങനെ തൊട്ടാ എങ്ങനെ ഉണ്ടാവും? പടം പോയില്ലേ? എല്ലാം പോയില്ലേ? ഇതാണ് ഇവിടുത്തെ സ്ഥിതി. ഇവിടെ എപ്പോഴും ദേഹത്ത് ഇങ്ങനെ തൊട്ടോണ്ടിരിക്കില്ല. ഒന്നും പറയാതിരിക്കുകയാണ് നല്ലത്. പക്ഷെ വേറെ കാര്യമുണ്ട്. സാറിന്റെ ഒക്കെ പേഴ്സണാലിറ്റി കണ്ട ആരും ഒന്ന് വീണു കേട്ടോ. അതാണ് ഈ കൊച്ചിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇവിടെ ഉള്ള ഈ ഹീറോസിനെക്കാളും ഗ്ലാമർ സാറിന്. അതൊക്കെ ആയിരുന്നു, ഇപ്പൊ എല്ലാം പോയി. ഇങ്ങനെയായിരുന്നു. ഒന്നുമില്ല സാർ ഇപ്പോഴും ഒരു ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാ നോക്കിയിരുന്നാലും ഒരു 30 മാക്സിമം 35 അത്രേ പറയുള്ളൂ. എനിക്കിതൊക്കെ കേൾക്കുമ്പോ ഉണ്ടല്ലോ സാറേ, ഒരു കാര്യമുണ്ട്. ഇവിടെ ഇല്ലാത്തത് ഒരു നിയന്ത്രണമാണ്. ആർക്കും ഒരു നിയന്ത്രണമില്ല. ഡിക്രൂ സാറ് ഈ പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടറുമായിട്ട് എപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. അതല്ലേ പറയുന്നു. എനിക്ക് പരദൂഷണം ഇഷ്ടമല്ല. വേറെ ആൾക്കാരെ കുറിച്ച് വന്നിട്ട് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. സത്യമായ കാര്യങ്ങൾ പറയാതിരിക്കാം. രാജമൗലി സാറിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി പരദൂഷണം കേൾക്കില്ല. എനിക്ക് അത് ഇഷ്ടമേ അല്ല. ഞാൻ അവിടെ ഇവിടെ ആണെങ്കിൽ സാറും അങ്ങനെയൊന്നും ഇല്ല. എനിക്കറിയാം ബാക്കിയുള്ളവര് അങ്ങനെ തെറ്റിദ്ധരിക്കും. അല്ല, ഡിക്രൂ സാറിന്റെ വേറൊരു സംഭവം, മൊയ്തീൻ സാറ് അപ്പുറത്ത്. സിനിമയാണോ അതോ ഇവിടെ പാർക്കാണോ എന്നാണ് എന്റെ സാറേ. എന്നെ ഏൽപ്പിക്കാമോ ഈ പടം? എങ്കിൽ ഞാൻ അന്തസ്സായിട്ട് ഇതിന്റെ പ്രൊഡക്ഷൻ മാനാണ്. കൊച്ചൊന്ന് പറഞ്ഞാട്ടെ. തീർച്ചയായിട്ടും സാറേ, ഇവിടെ ഒരു ഡിസിപ്ലിൻ ആണ് ആവശ്യം. ഇവിടെ കയറൂരി വിട്ടിരിക്കുകയാണ് എല്ലായിടത്തും. ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞില്ല, എനിക്ക് വേണമെങ്കിൽ ബടായി അടിച്ചുകൊണ്ട് നടക്കാം. ഞാൻ ബാഹുബലിയുടെ പ്രൊഡക്ഷൻ മാനാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ പ്രൊഡക്ഷൻ ബോയ് എന്ന് പറഞ്ഞാണ് വന്നത്. ആ രീതിയിൽ തന്നെ സാറ് പ്രഖ്യാപിക്കണം. എല്ലാ ചുമതലയും രാമകൃഷ്ണനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് സാറ് പറഞ്ഞാൽ ഇവിടെ മൊത്തത്തിൽ ഞാൻ ഒരു സെറ്റപ്പ് മാറ്റിത്തരാം.